സങ്കീർത്തനം 54:11. ഇതാ ദൈവം എൻ്റെ സഹായകനാകുന്നു. കേൾക്കുമ്പോൾ തന്നെ എന്നാ ഒരു ആശ്വാസമല്ലേ. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മളെല്ലാം വളരെ പ്രതീക്ഷയുടെ കർത്താവിൻ്റെ മുഖത്തേക്കാണ് നോക്കുന്നത്. ദൈവം എന്നെ സഹായിക്കും എന്നുള്ള വലിയൊരു ഉറപ്പ് നമുക്കവിടെയുണ്ട്. പ്രാർത്ഥിക്കുന്നത് പോലും ഒരു ദൈവിക സഹായത്തിന് വേണ്ടിയാണ്. നമ്മളാൽ പരിഹരിക്കാൻ കഴിയാത്ത ആവശ്യങ്ങളെയും പ്രശ്നങ്ങളെയും നേരിടുമ്പോഴും നമ്മൾ ദൈവം ഒരു സഹായത്തിൻ്റെ വാതിൽ തുറക്കുമെന്നുള്ള ഉറപ്പിലാണ് പലപ്പോഴും ആകുന്നത്. ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ പ്രതീക്ഷകളെ ദൈവം ഒരിക്കലും നിരാശപ്പെടുത്തുന്നില്ല. അവിടുന്ന് നമുക്ക് വേണ്ടി ആ വാതിൽ തുറക്കാൻ പോകുകയാണ്. ഇന്ന് ഈ ദൈവശബ്ദം കേൾക്കുമ്പോൾ കർത്താവിൽ നിന്നും സഹായങ്ങളെ സ്വീകരിക്കുവാൻ ഒരുങ്ങി ചെല്ലുന്ന ഒരു വ്യക്തി, അവൻ എത്ര നിസ്സഹായനായാലും ദൈവം അവരെ തള്ളിക്കളയുന്നില്ല എന്നുള്ളത് വേദപുസ്തകം നമ്മെ വളരെ ബലപ്പെടുത്തി പറയുന്ന ഒരു ദൂതാണ്. ബൈബിളിൽ നാം മനുഷ്യചരിത്രത്തിൻ്റെ ആദ്യ ഭാഗത്ത് കാണുന്ന ആദാം ദൈവവുമായുള്ള ബന്ധത്തിൽ തകർന്നു പോയൊരു വ്യക്തിയാണ്. തകർന്ന് തോറ്റ് ഒരു ഒളിവിടം അന്വേഷിച്ച് താനൊരു മരത്തിൻ്റെ പിന്നിൽ സ്വന്തമായിട്ട് ചില സംവിധാനങ്ങളൊക്കെ ഒരുക്കി നഗ്നതയൊക്കെ മറച്ച് ഇങ്ങനെ കാത്തു നിൽക്കുന്ന സമയത്ത് പാത്തിരിക്കുക. ദൈവം എന്ന് ചോദിച്ചു, നീ എവിടെയാണ് ആദാമേ? അദ്ദേഹം രംഗത്ത് വരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ദൈവം തന്നെ ഒരു മൃഗത്തോല് കൊണ്ട് അവരുടെ നഗ്നതയെ മറയ്ക്കുന്ന കാഴ്ചയാണ്. തെറ്റ് ചെയ്തു പോയവന്, വീണുപോയവന്, പരാജയപ്പെട്ട എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടവന്, ഉടുതുണി പോലും ഇല്ലാതെ നിൽക്കുന്നൊരവസ്ഥയിൽ ദൈവം ആ മനുഷ്യന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു വലിയ കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടം നേരിടുന്ന ഒരു മനുഷ്യൻ്റെ ചിത്രമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. എൻ്റെ ജീവിതത്തിൽ എനിക്കെല്ലാം നഷ്ടപ്പെട്ടു ദൈവദാസനെ, ഇട്ടിരിക്കുന്ന വസ്ത്രമേ ഇപ്പോൾ എനിക്ക് ബാക്കിയുള്ളൂ എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങൾ ആദാമിനേക്കാൾ ഒരു പടി കൂടെ ഉയർന്ന വ്യക്തിയാണ്. കാരണം അയാൾക്ക് ഉടുതുണിയും നഷ്ടമായിരുന്നു, അല്ലെങ്കിൽ തൻ്റെ നഗ്നത മറയ്ക്കാനുള്ള സംവിധാനവും അയാൾക്കില്ലായിരുന്നു. അത്രത്തോളം അദ്ദേഹം തകർന്നു പോയവനാണ്. അങ്ങനെ നിൽക്കുന്ന ഒരാളെ ദൈവം സഹായിച്ചു എങ്കിൽ ഇന്ന് രാവിലെ ഈ ദൈവസ്വരം കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരോടും ഞാൻ ആത്മാർത്ഥമായി പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ചില നഷ്ടങ്ങൾ നമുക്കുണ്ട്, സത്യമാണ്. പക്ഷേ എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. എനിക്കുള്ളതെല്ലാം പോയി എന്ന് നമ്മൾ പലപ്പോഴും നമ്മുടെ വേദനയുടെ ആധിക്യത്തിൽ നിന്ന് പറയുമായിരിക്കും. ജോബ് എന്ന ദൈവദാസൻ്റെ ജീവിതത്തിൻ്റെ ആരോഗ്യവും തനിക്ക് നഷ്ടപ്പെട്ടു, സൗന്ദര്യം നഷ്ടപ്പെട്ടു, കുടുംബവും തലമുറകളും സമ്പത്തും എല്ലാം നഷ്ടപ്പെട്ടു. പക്ഷേ ദൈവം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സഹായത്തിനായിട്ട് ഇറങ്ങി വരുന്ന ആ ഒരു ഘട്ടത്തിൽ അയാൾക്ക് എന്തെല്ലാം ജീവിതത്തിൽ ഇല്ലായ്മപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം നല്ല സഹായകനായി കർത്താവ് വെളിപ്പെടുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇന്നത്തെ ഈ ഒരു പുലരിയിൽ ദൈവസ്വരം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആത്മാവിൻ്റെ എല്ലാ ഏങ്ങലടികളോടും പറയാം, വിഷമിക്കേണ്ട. ബൈബിൾ നാം തുറക്കുമ്പോൾ സങ്കീർത്തന ഗ്രന്ഥങ്ങളിൽ എൻ്റെ ആത്മാവേ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ന് ചോദിക്കുന്നത് കേട്ടിട്ടില്ലേ? അപ്പോൾ നീ സ്വസ്ഥമായിട്ടിരിക്കുക എന്ന് നമുക്ക് നമ്മളോട് തന്നെ പറയാം. കാരണം നീ ആകുലപ്പെടുന്ന ഓരോ സമയത്തും സഹായകനായൊരു ദൈവത്തിൻ്റെ വാഗ്ദാനത്തെ നീ കാണാതെ പോകുകയാണ്. ഇന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ട എല്ലാ സഹകരണ സംവിധാനങ്ങളുമായി എൻ്റെ യേശു എനിക്ക് വേണ്ടി ഇതാ വെളിപ്പെടുകയാണ്. ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടൊരു മനുഷ്യനെ ദൈവം സഹായിക്കുന്നു. രണ്ട്, അതേ കുടുംബത്തിലെ മൂത്ത തലമുറ ഇളയ തലമുറയെ വകവരുത്തുന്ന ഒരു കാഴ്ച നാം കാണുന്നു. കയീൻ ഹാബേലിനെ കൊല്ലുന്നു. ഈ കയീൻ എന്ന് പറയുന്ന വ്യക്തിക്ക് കുറച്ച് ദൈവാവബോധമൊക്കെ ഉണ്ട്. അയാൾ ദൈവത്തെ നേരിൽ കാണുന്ന ഒരു സമയത്ത് അയാൾ ദൈവത്തോട് പറയുന്ന ഒരു കാഴ്ചയുണ്ട്, തിരുമുമ്പിൽ നിന്ന് എന്നെ ആട്ടിക്കളയുകയാണ്, ഇനി ലോകത്ത് ആരെന്നെ കണ്ടാലും കൊന്നുകളയും. സത്യത്തിൽ അയാൾ ശപിക്കപ്പെടുകയാണ്. ദേശം വിട്ട് ഓടാൻ അയാൾ വിധിക്കപ്പെടുകയാണ്. ഉഴന്നു നടക്കുകയാണ്. ഇരുന്ന് നടക്കുക എന്ന, അല്ലെങ്കിൽ ഗതിയില്ലാതായി പോകുക എന്ന എൻ്റെ അർത്ഥം. ഞാനിനി ഒരു ഗതിക്ക് പരഗതി ഇല്ലാത്തവനായി ഈ മണ്ണിൽ അലയും, ഏതവൻ കണ്ടാലും എന്നെ കൊല്ലുമെന്ന് പറയുമ്പോൾ ദൈവം അവിടെ തൻ്റെ കയ്യിൻ്റെ നെറ്റിയിൽ ദൈവം ഒരു അടയാളം ഇട്ടു എന്നാണ് പറയുന്നത്. കയ്യിൻ്റെ നെറ്റിയിൽ ദൈവം ഇട്ട അടയാളം ഒരു കുരിശടയാളമായിരുന്നു എന്നാണ് ചില വേദപണ്ഡിതന്മാർ പറയുന്നത്. കയ്യിൻ്റെ നെറ്റിയിൽ ദൈവം ഒരു അടയാളം ഇട്ടിട്ട് അയാളോട് പറയുന്നു, പൊയ്ക്കൊള്ളുക, ഈ അടയാളം കാണുന്നവർ ഇനി നിന്നെ കൊല്ലുകയില്ല. അപ്പോൾ ദൈവം നമ്മളെ ക്രൂശിൻ്റെ ഒരു മുദ്ര വെച്ച് തെറ്റുകാരെ രക്ഷയിലേക്ക് നയിക്കുന്ന ഒരു ചിത്രമാണ് കാണുന്നത്. ആദാമിനെ നഗ്നത മറയ്ക്കുവാൻ ഒരു മൃഗത്തിൻ്റെ തോലുടിപ്പിക്കുമ്പോൾ ഒരു മൃഗത്തിൻ്റെ തോൽ ഉരിയണമെങ്കിൽ ഒരു മൃഗം അറുക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ രക്തത്തിൻ്റെ ഗന്ധമാണ് തോലിനെന്നും പറയാനുള്ളത്. അപ്പോൾ ഒരു മൃഗത്തിൻ്റെ വസ്ത്രത്തിന് ചോരയുടെ ഓർമ്മകളാണ് ഉണർത്തിക്കാനുള്ളതെങ്കിൽ, ചോരയുടെ ഗന്ധമാണ് പ്രകടിപ്പിക്കാനുള്ളതെങ്കിൽ, ആദാമിൻ്റെ നഗ്നതയ്ക്ക് വേണ്ടി ജീവൻ കൊടുത്ത ഒരു മൃഗം മറഞ്ഞു നിൽക്കുന്നു. സത്യത്തിൽ ഇത് കർത്താവായ യേശുക്രിസ്തു നഗ്നനായ മനുഷ്യന് രക്ഷയുടെ വസ്ത്രമായി തീരുന്ന ഒരു വലിയ വീണ്ടെടുപ്പിൻ്റെ കാഴ്ചയാണ് ഇവിടെ അനുസ്മരിപ്പിക്കുന്നത്.
ഇവിടെ കൈനെ സംബന്ധിച്ചോളം ആട്ടിപ്പായിക്കപ്പെടുന്ന, ഓടിപ്പോകുന്ന, ദൂരേക്ക് മാറിപ്പോകുന്ന ആ വ്യക്തിയെ ദൈവം തൻ്റെ പുതിയ മുദ്ര കൊടുത്ത് സംരക്ഷിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, ദൂരസ്ഥരായ നിങ്ങൾ സമീപസ്ഥരായത് യേശുവിൻ്റെ രക്തത്തിലാണെന്നുള്ളതായ ആ ദൈവവചനത്തിൻ്റെ ഏറ്റവും വലിയ സത്യമാണ്. ഞാൻ പറയാം, ദൂരെ കൈവിട്ടുപോയ നന്മകൾ അടുത്ത് വരുവാൻ, നഷ്ടപ്പെടുമെന്ന് നിരൂപിക്കുന്നിടത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെടത്തില്ലെന്ന് നിങ്ങളോട് ഉറപ്പ് നൽകാൻ, നിങ്ങളെ വകവരുത്തുമെന്ന് ചിന്തിക്കുന്ന ശത്രുക്കളുടെ കൈകളാൽ നിങ്ങൾക്ക് ദോഷം വരത്തില്ലെന്ന് നിങ്ങൾക്ക് ആധികാരികമായി വിശ്വസിക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ മേൽ ദൈവം ചാർത്തുന്ന ഏക മുദ്ര കാൽവറി ക്രൂശാണ്. ഇന്ന് പകൽ ക്രൂശിൻ്റെ തണലിൽ അഭയം കണ്ടെത്തുന്ന ഒരു ദൈവ പൈതലിന് ഈ വക കാര്യാദികളിൽ സങ്കോചപ്പെടേണ്ട കാര്യമില്ല. ഇന്ന് ദൈവത്തിൻ്റെ മക്കളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, സങ്കടപ്പെടേണ്ട, പരിഭ്രമിക്കേണ്ട. നിന്റെ പ്രതീക്ഷകൾക്ക് അതീതമായി ഞാൻ നിന്നെ സംരക്ഷിക്കും. നിന്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ ഉന്നത സഹായത്തിൻ്റെ കൃപകളെ വെളിപ്പെടുത്തും. ഞാൻ നിന്റെ സഹായകനാണ്. നമുക്കും ഇന്ന് രാവിലെ പറയാം, ഇതാ ദൈവം എൻ്റെ സഹായകനാകുന്നു. നമ്മുടെ ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങൾ, വലിയ വലിയ ആവശ്യങ്ങൾ, ചെറിയ ചെറിയ സ്വപ്നങ്ങൾ, വലിയ വലിയ ആഗ്രഹങ്ങൾ, ഇതെല്ലാം ദൈവസന്നിധി വെച്ചിട്ട് ഒറ്റ വാക്കിൽ നമുക്ക് പറയാം, ഇതൊക്കെ എങ്ങനെ നടക്കും, ഇതൊക്കെ എങ്ങനെ സാധിക്കും? മറുപടി ഒന്ന് മാത്രം, ദൈവം എൻ്റെ സഹായകനാകുന്നു. കർത്താവിൻ്റെ സഹായം നിശ്ചയമായും നമ്മുടെ ജീവിതത്തിൻ്റെ സകലമാന പ്രശ്നങ്ങളുടെ മേലും വെളിപ്പെടും. ഞാൻ ഇന്ന് രാവിലെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ സമയത്ത് വളരെ സമയമെടുത്താണ് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇന്ന് ഒരുങ്ങി വന്നത്. കാരണം കുറേ നേരം ദൈവസന്നിധിയിൽ ഇങ്ങനെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ എൻ്റെ മനസ്സ് ജാഗരിക്കുകയായിരുന്നു. അന്നേരം ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വാക്കുണ്ട്, എൻ്റെ സഹായം നിൻ്റെ നിരവധി ആവശ്യങ്ങൾക്കുള്ള ഏക പോംവഴിയാണ്. അപ്പോൾ പെട്ടെന്ന് അതിങ്ങനെ മനസ്സിലാകാതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയുകയാണ്, നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്ന് അവരെ വിടുവിച്ചു. അപ്പം ഏതെങ്കിലും ഒരു പ്രയാസത്തിൻ്റെ പേരിലായിരിക്കും നമ്മൾ നിലവിളിക്കുന്നത്. ആ നിലവിളിയുടെ മുമ്പിൽ സകല സങ്കടങ്ങളിൽ നിന്നുമുള്ളതായ സംരക്ഷണമാണ് കർത്താവ് നൽകുന്നത്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു സഹായത്തിൻ്റെ വാതിൽ തുറക്കുമ്പോൾ നമ്മുടെ അനവധി വിഷയങ്ങൾക്കുള്ള പരിഹാരമാണ് ആ തുറക്കപ്പെടുന്ന ഏക സഹായം കൊണ്ട് നമുക്ക് പ്രാപിപ്പാൻ കഴിയുന്നത്. ഇന്ന് സങ്കടപ്പെടാതെ കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കുക. അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി സഹായത്തെ ഒരുക്കും. ചില വ്യക്തികൾ ദൈവിക സഹായത്തിൻ്റെ വക്താക്കളായി നിങ്ങളുടെ ജീവിതത്തോട് അടുത്തു വരും. നിങ്ങൾ ഇന്ന് ചെല്ലുന്ന വഴികളിൽ, നിങ്ങൾ ഇന്ന് ഇടപെടുന്ന ആൾക്കാരുടെ ഒപ്പത്ത് കർത്താവിൻ്റെ സഹായത്തിൻ്റെ വലിയ വാതിലുകൾ തുറന്നു വരുന്ന കാഴ്ച നിങ്ങൾ കാണും. എനിക്കൊരിക്കലും ഓപ്പൺ ആകത്തില്ലെന്ന് ഞാൻ ചിന്തിച്ച പല വാതിലുകൾ എൻ്റെ ജീവിതത്തിൽ തുറന്ന് കർത്താവ് തന്നു. അന്നേരം ആ വാതിലുകൾ എനിക്ക് തുറന്നു തന്നതെല്ലാം അവിചാരിതമായ വഴികളിലൂടെയാണ്. അന്നേരം ഞാൻ ഓർത്തു, ദൈവമേ, ഞാൻ ഈ വഴി മാറി സഞ്ചരിച്ച സമയത്തൊക്കെയും അങ്ങനെ വ്യത്യസ്തമായ വഴിത്താരകളിലൂടെ കൂട്ടിക്കൊണ്ടുപോയപ്പം എൻ്റെ ഒപ്പമുള്ളവർ പറഞ്ഞു, ഇത് ശരിയാകില്ല, ഇതങ്ങനല്ല പോകേണ്ടത്, എല്ലാവരും പോകുന്ന ഈ രീതിയിലാണ്, ഇങ്ങനെയാണ് പോകേണ്ടത്. പക്ഷേ ദൈവം എന്നെ നടത്തിയത് ആ വഴിയിലാണെന്നുള്ളതായി കൃത്യമായ ബോധ്യം എനിക്കുണ്ടായിരുന്നു. അതിലൂടെ ഞാൻ കർത്താവിനെ മാത്രം ആശ്രയിച്ച് നടന്നപ്പോൾ എല്ലാവരുടെയും പഴികളുടെ നടുവിലും എതിർവാക്കുകളുടെ നടുവിലും അതിനെ വകവെക്കാതെ മുന്നോട്ട് പോയ സമയത്ത് ഞാൻ കണ്ടെത്തിയത് ആത്യന്തികമായി എനിക്ക് വേണ്ടി തുറക്കുന്ന സഹായത്തിൻ്റെ ഉന്നതമായ വാതിലുകളുമായി കർത്താവിനെ കാത്തു നിൽക്കുന്ന കാഴ്ചയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു വഴി മനുഷ്യർക്ക് ചൊവ്വായിട്ട് നല്ലതാണെന്ന് തോന്നാം, പക്ഷേ അതിൻ്റെ അവസാനം മരണമോ നാശമോ ആകാം. പക്ഷേ കർത്താവ് നമ്മളെ നയിക്കുന്ന വഴികളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് കർത്താവിന് വ്യക്തമായ ഉത്തരവാദിത്വമുണ്ട്. ഇന്ന് നിങ്ങൾ തുടങ്ങി വെച്ച് നിങ്ങളുടെ പരിശ്രമങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ട സഹായങ്ങൾ തുറന്നു വരും. നിങ്ങളുടെ ഭവനത്തിന് പണി പൂർത്തീകരിക്കുവാൻ, നിങ്ങളുടെ വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്യാൻ, നിങ്ങളുടെ മിനിസ്ട്രി നിങ്ങൾ കണ്ട സ്വപ്നത്തിനൊത്തവണ്ണം എക്സ്പാൻഡ് ചെയ്യാൻ, നിങ്ങളുടെ മേലുള്ളതായ അനോയിൻറ്റിങ് അതിൻ്റെ എല്ലാ നിലയിലും ലോകം അറിയുന്ന നിലയിൽ അത് പ്രസിദ്ധമായി വരാൻ ദൈവം നിങ്ങൾക്ക് വേണ്ടത് ചെയ്യും. നിങ്ങളുടെ കമ്പനി, നിങ്ങളുടെ ഇന്നത്തെ സ്ഥാപനത്തിൻ്റെ അരക്ഷിതാവസ്ഥ, അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ നിൽക്കുവാൻ വേണ്ടത്ര സംവിധാനം എന്തോ അത് നിങ്ങൾക്ക് തുറന്നു തരാൻ തക്കവണ്ണം പ്രാപ്തിയുള്ള വാതിലുകളെ ദൈവം തുറക്കുകയാണ്. കാക്കക്കുഞ്ഞിനും, കരയുന്ന കാക്കക്കുഞ്ഞിനും അതതിൻ്റെ ആഹാരം കൊടുക്കുമ്പോൾ നമുക്ക് വേണ്ടതും കൃത്യസമയത്ത് വേണ്ടവണ്ണം നമുക്ക് വേണ്ടി ഒരുക്കിത്തരാൻ അവിടുന്ന് മതിയായവനാണ് എന്നുള്ള ഉറപ്പ് നൽകാനാണ് ആ തിരുവെഴുത്ത് എഴുതപ്പെട്ടിരിക്കുന്നത്. ദൈവം നമുക്ക് വേണ്ടത് കരുതും. എല്ലാം നഷ്ടപ്പെട്ട ആദാമിനെ ദൈവം ചിലത് ധരിപ്പിച്ചു. ദൈവസന്നിധിയിൽ നിന്ന് ആട്ടിപ്പായിക്കപ്പെടുന്നവനെ ദൈവം ചില മുദ്രകളാൽ മറച്ചു. സാറേഫാത്തിലെ വിധവയും മകനും മരണത്തിന് വേണ്ടി കാത്തിരുന്നവരാണ്. അവരുടെ വീട്ടിൽ ഏലിയ പ്രവാചകനെ ദൈവം അയച്ചില്ലേ? ഇത്രയും വലിയൊരു ദൈവദാസൻ, ഏലിയ പ്രവാചകനെ പോലെയുള്ളൊരു ദൈവദാസൻ ഇന്ന് നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്ന് കരുതുക. നിങ്ങൾക്ക് എന്തായിരിക്കും അവിടെ പറയാനുള്ളത്? എത്രയോ വലിയ സന്തോഷമായിരിക്കും ആ കാഴ്ചയല്ലേ? അയ്യോ, ഏലിയ പ്രവാചകൻ എൻ്റെ വീട്ടിൽ നിന്ന് വന്ന് പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആ വലിയ അഭിഷക്തൻ വരുന്നു. തകർന്നൊരു കുടുംബത്തിന് വേണ്ടി ദൈവം ഇതുപോലെ ചില നിയോഗമുള്ള വലിയ ദൈവമനുഷ്യരെ നിങ്ങളെ പ്രതി അയക്കും. എൻ്റെ വീട്ടിൽ അയച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് താമസിക്കുന്ന നിലവാരത്തിലൊന്നുമല്ല,
ഒരു ഗതിക്ക് പരഗതിയില്ലാതെ ഞങ്ങൾ കഴിഞ്ഞുകൂടിയ ജീവിതത്തിൻ്റെ ഇന്നലകളിൽ ദൈവം അങ്ങനെ ചില അതിശയിക്കുന്ന വിടുതലിൻ്റെ ശുശ്രൂഷകളുമായ ചില വലിയ ദൈവപുരുഷന്മാരെ എൻ്റെ ജീവിതത്തിൻ്റെ പ്രാർത്ഥനാമുറിയിലെ കണ്ണുനീര് കണ്ട് ദൈവം അയച്ചിട്ടുണ്ട്. നമ്മുടെ നിസ്സഹായതകളുടെ മുമ്പിൽ ഇനി വഴികളില്ല, മരിച്ചേക്കാമെന്ന് നാം നിരൂപിക്കുമ്പോൾ ദൈവം ചിലരെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. ഇന്ന് എനിക്കിനി മരണം മാത്രമേ മുൻപിലുള്ളൂ എന്ന കൊടിയ ക്ഷാമത്തെ നോക്കിക്കൊണ്ട്, ജീവിതത്തിൻ്റെ വല്ലാത്ത വരൾച്ച അനുഭവങ്ങളെ നോക്കിക്കൊണ്ട് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാകും. കയ്യിൽ കാശില്ല, അക്കൗണ്ടുകളെല്ലാം സീറോയാണ്, ഡീലുകളെല്ലാം പോയി, ഫാമിലിയും തകർന്നു, ഒന്നുമേ എൻ്റെ മുമ്പിലില്ല എന്നുള്ള നിലയിൽ നിങ്ങളായിരിക്കുമ്പോൾ, നമുക്ക് ഫാമിലിയായിട്ട് സൂയിസൈഡ് ചെയ്യാമെന്നൊക്കെ പലരും തീരുമാനമെടുക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോടുള്ള സ്നേഹം പ്രതി നിങ്ങൾക്കുള്ള സഹായവുമായി കൃത്യമായി ആളെ അയക്കുകയാണ്. നിങ്ങൾ ഇന്ന് രാവിലെ ഈ ദൈവശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ഒരു കാരണവശാലും ദൈവത്തിൻ്റെ പ്രവൃത്തികളെ സംശയിക്കരുത്. കർത്താവിനെ സഹായിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നൽകുകയാണ്. ഇതാ ദൈവം എൻ്റെ സഹായകനാകുന്നു. നിങ്ങളുടെ ജപ്തിയുടെ പേപ്പർ എടുത്ത് വെക്കുക, അതിന് താഴെ ഒരു പെൻസിൽ കൊണ്ട് എഴുതുക, ഇതാ ദൈവം എൻ്റെ സഹായകനാകുന്നു. നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് എടുത്ത് വെക്കുക, ആ ഹോൾ ടിക്കറ്റിന് താഴെ എഴുതുക, ഇതാ ദൈവം എൻ്റെ സഹായകനാകുന്നു. സങ്കീർത്തനം 54:4. ഒരു പേപ്പറിൽ കീറി എടുത്തിട്ട് അതിന് പേന കൊണ്ട് എഴുതുക, സങ്കീർത്തനം 54:4, ഇതാ ദൈവം എൻ്റെ സഹായകനാകുന്നു. അതിനെ നിങ്ങളുടെ പോക്കറ്റിലിടൂ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സിൽ വെക്കൂ. നിങ്ങൾക്കൊരു മിറക്കിൾ അവിടെ കാണാൻ കഴിയും. നിങ്ങളുടെ പണി പൂർത്തീകരിക്കാത്ത വീടിൻ്റെ മുമ്പിൽ ചെന്നിട്ട് ഈ വചനം 2 കരങ്ങളും ഉയർത്തി ഉറക്കെ വിളിച്ചു പറയൂ, ഇതാ ദൈവം എൻ്റെ സഹായകനാകുന്നു. നിങ്ങൾക്ക് തുറക്കപ്പെടേണ്ടതായ ആ ഒരു ഇൻ്റർവ്യൂവിലെ ആ ഒരു ദിവസത്തിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കുമ്പോൾ, അവിടെ നിന്ന് നിങ്ങൾ യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് സ്വന്തം തലയെ കൈവച്ച് പറയൂ, ഇതാ ദൈവം എൻ്റെ സഹായകനാകുന്നു. നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ഈ വാക്ക് പറയൂ, ദൈവം സഹായകനാണ്. മോളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ദൈവം ആ വാതിൽ തുറക്കും. കുഞ്ഞുങ്ങളുടെ കല്യാണത്തിന് വേണ്ടി ദൈവം ആ വാതിൽ തുറന്നു തരും. ദൈവം സഹായകനാണ്. നമുക്കറിയത്തില്ല, ദൈവത്തിൻ്റെ കൈകളിൽ അനശ്വരമായ അനവധി വഴികളുണ്ട്. ആരും കാണാത്ത പുത്തൻ വാതിലുകളെ ദൈവം നമുക്ക് വേണ്ടി തുറക്കുകയാണ്. നമ്മൾ ഇന്ന് രാവിലെ ഈ ദൈവസ്വരം കേട്ട് പ്രാർത്ഥിക്കാൻ പോകുന്ന ഈ സമയത്ത് ഞാൻ ഒരു 17 പേരുടെ ജീവിതത്തിൽ ഒരു വലിയ ദൈവപ്രവൃത്തിയുടെ ഒരു വലിയ മിറക്കിളിൻ്റെ സാക്ഷ്യം ദൈവം ഒരുക്കുന്നത് ആത്മാവിൽ കാണുന്നുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിലായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അത് വിളിച്ചറിയിക്കാൻ മറക്കരുത്. ഇന്ന് അതിശയകരമായ 17 അത്ഭുതങ്ങൾ ഇന്നത്തെ ശുശ്രൂഷ കേട്ട് പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ നടക്കും. ആ 17 വ്യക്തികൾ ആരാന്ന് എനിക്കറിയില്ല, പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് അതിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നൊഴിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ അപ്പായെ, അങ്ങ് ഞങ്ങളുടെ സഹായകനാണ്, ഞങ്ങളുടെ സഹായവും പരിചയവുമാണ്. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, എന്നെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഉറപ്പു നൽകുന്ന അവിടുത്തെ വചനത്തിൻ്റെ ആഴമേറിയ ബോധ്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസം വെറും ഒരു ദിവസമല്ല, ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കുന്ന അതിശയകരമായ വൻ പ്രവൃത്തികളുടെ മഹാദിനമാണ്. സമസ്ത മഹത്വവും അങ്ങേക്ക് അർപ്പിച്ചുകൊണ്ട്, അങ്ങയുടെ വിടുതലിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതം തിരുമുമ്പിൽ വെക്കുന്നേ. കൃപകളാൽ നിറയ്ക്കണമേ, യേശുവിൻ മഹത്വം നിറഞ്ഞ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ വരുന്ന 2-ാം ശനിയാഴ്ച തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂക്കര എന്ന് പറയുന്ന സ്ഥലത്ത് ഡോൺ ബോസ്കോ കോളേജിൻ്റെ സമീപത്തുള്ള അശോക ഹാളിൽ വിടുതൽ ശുശ്രൂഷയ്ക്കായി എത്തുകയാണ്. വരാൻ പോകുന്ന ഫെബ്രുവരി മാസം 2-ാം ശനിയാഴ്ച നിങ്ങളെ വളരെ സന്തോഷത്തോടെ ഞാൻ ആ ശുശ്രൂഷയിലേക്ക് ക്ഷണിക്കുന്നു. തൃശ്ശൂർ, പാലക്കാട്, എറണാകുളം അങ്ങനെ ആ സമീപ പ്രദേശങ്ങളിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടിയാണ് ആ ശുശ്രൂഷ അവിടെ ക്രമീകരിക്കുന്നത്. പട്ടാമ്പി, കുന്നംകുളം ആ ഏരിയയിലുള്ള എല്ലാവർക്കും വരാൻ കഴിയുമല്ലോ. നിങ്ങൾ ദയവായി വരിക. എല്ലാ ഞായറാഴ്ചയും കോട്ടയം IMA ഹാളിൽ നമ്മുടെ ആത്മീക ആരാധന നടക്കുന്നുണ്ട്. രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ. നിങ്ങളെ സന്തോഷത്തോടെ ഞങ്ങൾ ക്ഷണിക്കുന്നു. ഇന്ന് ഈ ശുശ്രൂഷ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടെ ഇത് പരിചയപ്പെടുത്തുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ വിളിച്ചറിയിക്കാവുന്നതാണ്. ധാരാളമായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.